തിരുവചനം ധ്യാനിക്കുമ്പോൾ ഹല്ലേലൂയ. കർത്താവിൽ പ്രിയപ്പെട്ടവരെ, മഹത്വത്തിൻ സാന്നിധ്യം ഈ ശുശ്രൂഷയിലേക്ക് കടന്നു വന്നിരിക്കുന്ന എല്ലാവർക്കും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ആശംസിക്കുന്നു. 119 സങ്കീർത്തനം 24 തിരുവചനം. അവിടുത്തെ കൽപ്പനകളാണ് എൻ്റെ ആനന്ദം. സങ്കീർത്തകനായ ദാവീദ് താൻ എന്തിലാണ് ആനന്ദം കണ്ടെത്തിയത് നമ്മോട് പങ്കുവെക്കുകയാണ്. കർത്താവേ, അവിടുത്തെ കൽപ്പനകളാണ് എൻ്റെ ആനന്ദം. ആരെല്ലാം ദൈവവചനത്തിൽ ആനന്ദം കണ്ടെത്തുന്നുവോ അവരാണ് അനുഗ്രഹീതർ. ഇന്നത്തെ ശുശ്രൂഷയിൽ നമ്മൾ നിയോഗമായി പ്രാർത്ഥിക്കുന്നത് നമ്മളെല്ലാവരും ദൈവവചനത്താൽ വിശുദ്ധീകരിക്കപ്പെടുവാനാണ്. നമ്മുടെ മനസ്സിൻ്റെ നൊമ്പരങ്ങൾ, നമ്മുടെ ഹൃദയത്തിൻ്റെ ആകുലതകൾ, നമ്മൾ അലട്ടുന്ന ഒരുപാട് നീറുന്ന പ്രശ്നങ്ങൾ എന്തുമാവട്ടെ, കർത്താവിൻ്റെ കരങ്ങളിലേക്ക് അതെല്ലാം ഏൽപ്പിക്കാം. വലിയ വിശ്വാസത്തോടെ നമ്മൾ ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിൽക്കുന്നു. എല്ലാവരും എഴുന്നേറ്റ് നിന്ന് ആയിരിക്കുന്നിടത്ത് വലതുകരം സ്വർഗത്തിലേക്ക് ഉയർത്തി പരിശുദ്ധാത്മാവിൽ നിറയുവാൻ, പരിശുദ്ധാത്മാവിൽ നയിക്കപ്പെടുവാൻ, പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം അനുഭവിക്കുവാൻ നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവായ ദൈവമേ, അത്ഭുതങ്ങളുടെ ദൈവമേ, പരിശുദ്ധാത്മാവിനെ വർഷിക്കണമേ. ദൈവവചനത്തിന്റെ ആനന്ദം അനുഭവിച്ച് ജീവിക്കുവാൻ ഞങ്ങൾ അഭിഷേകം ചെയ്യണമേ. കർത്താവേ, കരമുയർത്തി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ അടിച്ച് ആത്മാവിൽ ആനന്ദിച്ച് നമ്മൾ ഒരുമിച്ച് പാടി പ്രാർത്ഥിക്കുകയാണ്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അനുഗ്രഹത്തിന്റെ നദിയായി, കൃപയുടെ നദിയായി, വചനത്തിന്റെ നദിയായി, സൗഖ്യത്തിന്റെ നദിയായി, ദൈവസ്നേഹത്തിന് നദിയായി നമ്മുടെ ജീവിതങ്ങളിലേക്ക് നിറഞ്ഞൊഴുകുന്ന സമയം കർത്താവ് നൽകുന്ന ഈ സൗഖ്യ അനുഭവങ്ങള്, അഭിഷേക കൃപകള് സ്വന്തമാക്കി പ്രിയ ദൈവത്തിന്റെ പൈതലെ നമ്മൾ ഒരുമിച്ച് പാടി ആരാധിക്കുന്നു. പരിശുദ്ധാത്മാവേ വരണമേ, പരിശുദ്ധാത്മാവേ വരണമേ, ഞങ്ങളിൽ നിറയണമേ. ഹല്ലേലൂയ. അഭിഷേക കാറ്റേ നീ വീശണമേ, വരദാന പെരുമഴ ഇവിടെ പെയ്തിടുവാൻ. എത്ര പേര് ആഗ്രഹിക്കുന്നുണ്ട് അഭിഷേകത്തിന് പെരുമഴയാൽ നിറയപ്പെടുവാൻ? ആഗ്രഹത്തോടെ നിറയണമേ, കവിയണമേ പരിശുദ്ധാത്മാവേ, നിറഞ്ഞു കവിഞ്ഞൊഴുകണമേ പരിശുദ്ധാത്മാവേ. കം ഹോളി സ്പിരിറ്റ്, വരിക പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ ജീവിതങ്ങളിലേക്ക്, കുടുംബങ്ങളിൽ വന്നു നിറയണമേ. എല്ലാവരും അഭിഷേക കാറ്റേ നീ വീശണമേ, വരദാന പെരുമഴ ഇവിടെ പെയ്തിടുവാൻ. പരിശുദ്ധാത്മാവേ നിറഞ്ഞൊഴുകണമേ. ആയിരങ്ങളിൽ പതിനായിരങ്ങളിൽ അഭിഷേക നദിയായി ഒഴുകണമേ. നിറയണമേ, കവിയണമേ പരിശുദ്ധാത്മാവേ, നിറഞ്ഞു കവിഞ്ഞൊഴുകണമേ പരിശുദ്ധാത്മാവേ. കരങ്ങൾ ഉയർത്തിയടിച്ച് ആത്മാവിൽ ആനന്ദിച്ച് നിറഞ്ഞു കവിഞ്ഞൊഴുകണമേ. ഒരിക്കൽ കൂടെ എല്ലാവരും നിറയണമേ, കവിയണമേ പരിശുദ്ധാത്മാവേ, നിറഞ്ഞു കവിഞ്ഞൊഴുകണമേ പരിശുദ്ധാത്മാവേ. ഞങ്ങൾ അനുഭവിക്കുന്ന ദുഃഖങ്ങളിലേക്ക്, വേദനകളിലേക്ക് ആത്മാവേ നിറഞ്ഞൊഴുകണമേ, നിറഞ്ഞൊഴുകണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇരു കരങ്ങളും സ്വർഗത്തിലേക്ക് ഉയർത്തി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടുവാൻ, നമ്മുടെ കുടുംബങ്ങൾ, കൂട്ടായ്മകൾ, തലമുറകൾ ആത്മാവിൽ പൂരിതമാകുവാൻ സ്തുതിച്ചു പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വരിക പരിശുദ്ധാത്മാവേ, സകല പൈശാചിക കെട്ടുകളെയും
അഴിച്ചു മാറ്റണമേ. ഗ്ലോറിയ ഗ്ലോറിയ ഗ്ലോറിയ. വചനത്തിന്റെ ശക്തിയാൽ 10,000 നിറയ്ക്കണമേ. പരിശുദ്ധാത്മാവേ വരണമേ. കുടുംബങ്ങളിൽ, കൂട്ടായ്മകളിൽ, ദേശങ്ങളിൽ, വ്യക്തി ജീവിതങ്ങളിൽ വന്നു നിറയണമേ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. അഭിഷേകം വ്യാപരിക്കട്ടെ. ദൈവവചനത്തിന്റെ ശക്തിയാൽ അത്ഭുത രോഗശാന്തികൾ സംഭവിക്കട്ടെ. മാറാ രോഗങ്ങൾ വിട്ടുമാറട്ടെ. എല്ലാ ശാപക്കെട്ടുകളും അഴിഞ്ഞു മാറട്ടെ. തലമുറകൾ സ്വാതന്ത്ര്യം പ്രാപിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ സകല കുടുംബങ്ങളും അനുഗ്രഹിക്കപ്പെടട്ടെ. യേശുവിന്റെ നാമത്തിൽ ദൈവജനം മുഴുവൻ പരിശുദ്ധാത്മാവിൽ നിറയട്ടെ. Feel Holy Spirit. ഹല്ലേലൂയ ഹല്ലേലൂയ. നന്ദി കർത്താവേ. ഞങ്ങളുടെ ആവശ്യങ്ങളെ, നിയോഗങ്ങളെ അനുഗ്രഹിച്ചതിനായിട്ട് നന്ദി. അങ്ങയുടെ സാന്നിധ്യത്താൽ ഞങ്ങളെ ബലപ്പെടുത്തിയ സ്നേഹത്തിനായിട്ട് നന്ദി കർത്താവേ. താങ്ക് യു ജീസസ്. ദൈവവചനത്തിന്റെ അമ്മയായ പരിശുദ്ധ കന്യകാമാതാവേ, ഞങ്ങൾ വചനത്തിൽ വളരുവാൻ, വചനത്തിൽ ജീവിക്കുവാൻ അമ്മ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ആമേൻ. ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, നമ്മെ അഭിഷേകം ചെയ്യുന്ന കർത്താവിൻ്റെ വചനത്തിൻ്റെ മുൻപിൽ ആനന്ദമുള്ളവരാകണം. ഈ നോമ്പ് കാലത്തിൽ ഈ ശുശ്രൂഷയിലൂടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ പഠിപ്പിക്കുകയായിരുന്നു അനുഗ്രഹത്തിനുള്ള തടസ്സങ്ങളെക്കുറിച്ച്. കഴിഞ്ഞ 4-5 ആഴ്ചകളിലായി ഈ വിഷയത്തോട് ബന്ധപ്പെട്ട് നമ്മൾ ധ്യാനിക്കുകയായിരുന്നു. ഇന്ന് നമ്മൾ ഇതിനുള്ള ബന്ധത്തിൽ വീണ്ടും ധ്യാനിക്കുകയാണ്. അനുഗ്രഹത്തിനുള്ള തടസ്സങ്ങൾ. അതിൽ അവസാനത്തെ തലമായി നമ്മൾ ചിന്തിക്കുന്നത് അധികാരികളോടുള്ള വിധേയത്വമില്ലായ്മ. അധികാരികളോടുള്ള വിധേയത്വമില്ലായ്മ. നമ്മുടെ ജീവിതത്തിൽ ലഭ്യമാകേണ്ട അനേകം നന്മകൾ തടസ്സപ്പെട്ടു പോകുന്നതിൻ്റെ ഒരു പ്രധാന കാരണം അധികാര സ്ഥാനത്തിരിക്കുന്നവരോടുള്ള നമ്മുടെ വിധേയത്വമില്ലായ്മയാണ്. അപ്പോസ്തലനായ പൗലോസ് സഭയെ പഠിപ്പിക്കുകയാണ്. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 13-ാം അധ്യായം 1-ാം തിരുവാക്യം. ഓരോരുത്തരും മേലധികാരികൾക്ക് വിധേയനായിരിക്കട്ടെ, എന്തെന്നാൽ ദൈവത്തിൽ നിന്നല്ലാതെ അധികാരമില്ല. നിലവിലിരിക്കുന്ന അധികാരങ്ങൾ ദൈവത്താൽ സ്ഥാപിതമാണ്. ഈ വചനത്തിലൂടെ കർത്താവിൻ്റെ ആത്മാവ് എന്താണ് നമ്മോട് സംസാരിക്കുന്നത്? വളരെ പ്രാധാന്യതയുള്ള തിരുവാക്യമാണിത്. സകല അധികാരങ്ങളും ദൈവത്തിൽ നിന്നാണ് വരുന്നത്. എല്ലാ അധികാരവും ദൈവത്തിൻ്റെ അധികാരത്തെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ആയതിനാൽ അധികാരത്തെ നമ്മൾ മാനിക്കുകയും അനുസരിക്കുകയും ചെയ്യണമെന്ന് കർത്താവിൻ്റെ തിരുവെഴുത്ത് നമ്മെ പഠിപ്പിക്കുകയാണ്. 13-ാം അധ്യായം 2-ാമത്തെ വചനത്തിൽ വീണ്ടും വചനം നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. അധികാരത്തെ നിന്ദിക്കുന്നവൻ ദൈവിക സംവിധാനത്തെയാണ് ധിക്കരിക്കുന്നത്. ധിക്കരിക്കുന്നവൻ തങ്ങൾക്ക് തന്നെ ശിക്ഷാവിധി വരുത്തിവെക്കുന്നു. നമുക്ക് തോന്നും ഇത് കഠിനമായൊരു വചനമാണെന്ന്. എന്നാൽ എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇത് വലിയ സത്യമാണ്. അധികാരത്തെ ധിക്കരിക്കുന്നവൻ ദൈവിക സംവിധാനത്തെയാണ് ധിക്കരിക്കുന്നത്. കാരണം അധികാരങ്ങൾ ദൈവത്തിൽ നിന്നാണ് വരുന്നത്. ആരെല്ലാം അത് ധിക്കരിക്കുന്നുവോ അവർ തങ്ങൾക്ക് തന്നെ ശിക്ഷാവിധി വരുത്തിവെക്കുന്നു. ഞാൻ ഈ വചനഭാഗം വായിച്ച് ധ്യാനിച്ചപ്പോൾ എൻ്റെ ഹൃദയത്തിൻ്റെ കണ്ണുകളെ കർത്താവ് പ്രകാശിപ്പിച്ചു. നമ്മൾ എന്തുമാത്രം വളരെ ശ്രദ്ധയോടെ ഈ വചനത്തെ സ്വീകരിക്കണം. ദൈവജനത്തിൻ്റെ അധികാരികളാണ് അഭിയന്യ പിതാക്കന്മാർ, ബഹുമാനപ്പെട്ട വന്യവൈദികർ, ബഹുമാനപ്പെട്ട സമർപ്പിതർ. ദൈവജനം എന്ന നിലയിൽ
ദൈവം നമ്മുടെ മുകളിൽ അധികാരികളായി തന്നവരാണ് അവരെ. 105-ാം സങ്കീർത്തനം 15-ാം വചനത്തിൽ വചനം പറയുന്നുണ്ട്, ദൈവജനത്തിൻ്റെ അധികാരികളായ ബഹുമാനപ്പെട്ട വൈദികരോട് സമർപ്പിതരോടൊക്കെ നമ്മൾ എങ്ങനെ പെരുമാറണം, നമ്മൾ അവരെ എങ്ങനെ ആദരിക്കണം. എൻ്റെ അഭിഷിക്തരെ തൊട്ടുപോകരുത്, എൻ്റെ പ്രവാചകർക്ക് ഉപദ്രവം വരുത്തരുതെന്ന് ഞാൻ ആജ്ഞാപിക്കുന്നു. രാജാവായ ദാവീദിന്റെ ജീവിതത്തിലോട്ട് വരുമ്പോൾ ഇതിനുള്ള ബന്ധത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഇസ്രായേലിന്റെ ആദ്യ രാജാവായിരുന്ന സാവൂള്, എന്നാൽ തൻ്റെ അവിശ്വസ്തതയും അനുസരണക്കേടും മൂലം രാജസ്ഥാനത്ത് നിന്ന് ദൈവം സാവൂളിനെ മാറ്റുകയാണ്. ഇടയ ചെറുക്കനായ ദാവീദിനെ ഇസ്രായേലിന്റെ രാജാവായി ദൈവം ഉയർത്തുകയാണ്. എന്നാൽ ഇതിൽ അസൂയാലുവായ സാവൂള് ദാവീദിനെ കൊല്ലുവാൻ നിരന്തരം പരിശ്രമിക്കുന്നത് പ്രവാചകനായ സാമുവേലിന്റെ പുസ്തകത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയും. സാവൂളിൽ നിന്ന് രക്ഷപ്പെടുവാൻ ദാവീദ് ഇങ്ങനെ ഓടുകയാണ്. ഒരു ദിവസം അവൻ ഓടി ഓടി ഒരു ഗുഹയിൽ സാവൂളിനെ പേടിച്ചിരിക്കുക. ദാവീദും തൻ്റെ കൂട്ടാളികളും ഒളിച്ചിരുന്ന ആ ഗുഹയിലേക്കാണ് തൻ്റെ പ്രാഥമിക ആവശ്യങ്ങൾ നിറവേറ്റുവാൻ സാവൂള് കടന്നു വരുന്നത്. തൻ്റെ കൂടെയുള്ളവർ ദാവീദിനോട് പറയും, അങ്ങയുടെ ശത്രുവിനെ ദൈവം അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിച്ചു തന്നിരിക്കുന്ന ദിവസമാണെന്ന്, അവനെ കൊന്നുകളയാൻ. എന്നാൽ സാമുവേൽ പ്രവാചകന്റെ 1-ാം പുസ്തകം 24-ാം അധ്യായം 4 മുതൽ നമ്മൾ 8 വരെയുള്ള വചനങ്ങൾ ധ്യാനിക്കുമ്പോൾ കാണുവാൻ കഴിയും, ദാവീദ് തൻ്റെ കൂടെയുള്ളവരെ നിയന്ത്രിക്കുകയാണ്. കർത്താവിൻ്റെ അഭിഷിക്തനെതിരെ കരമുയർത്തിയിട്ട് ആർക്ക് നിർദോഷനായിരിക്കാൻ കഴിയും, ആർക്ക് ദോഷമില്ലാത്തവനായിരിക്കാൻ കഴിയും, ഈ വാക്കുകൾ പറഞ്ഞ് തൻ്റെ കൂടെയുള്ളവരവൻ നിയന്ത്രിക്കും. തുടർന്ന് ദാവീദ് സാവൂള് ഇത് മനസ്സിലാക്കാൻ വേണ്ടി സാവൂൾ അറിയാതെ അവൻ്റെ മേലങ്കിയുടെ ഒരു കഷ്ണം ദാവീദ് മുറിച്ചെടുക്കും. ദൈവത്തിന് തിരുവെഴുത്ത് പറയുന്നുണ്ട്, അതിനെ ഓർത്ത് ദാവീദ് പിന്നീട് ഒരുപാട് വ്യസനിച്ചു, ഒരുപാട് അവൻ കരഞ്ഞു. തൻ്റെ ഈ പ്രവൃത്തി ഓർത്ത് ഒരുപാട് ദാവീദ് ദുഃഖിച്ചു. താൻ ചെയ്ത കാര്യം സാവൂൾ അറിഞ്ഞിട്ടില്ല. പക്ഷെ ദാവീദിന് ബോധ്യമുണ്ടായിരുന്നു, സാവൂൾ കർത്താവിൻ്റെ അഭിഷിക്തനാണ്, അനോയിന്റഡ്, ദൈവത്തിൻ്റെ അഭിഷേകമുള്ളവൻ, ദൈവത്തിൻ്റെ അപ്പോയിൻമെന്റ് ഉള്ളവൻ. അവനെതിരെ കരമുയർത്തുന്നത്, അവനെതിരെ സംസാരിക്കുന്നത് തനിക്ക് ആപത്താണെന്നുള്ള കാര്യം ദാവീദിന് അറിയാമായിരുന്നു. ദാവീദ് അതിനെ ഓർത്ത് വ്യസനിച്ചു എന്ന് പറയുകയാണ്. ഒന്നാമതായി, ദൈവജനം എന്ന നിലയിൽ നമ്മുടെ അധികാരികളായ വൈദികരോടും സമർപ്പിതരോടും നമ്മുടെ അഭിമന്യ പിതാക്കന്മാരോടൊക്കെ നമ്മൾ വിധേയത്വമുള്ളവരാണ്. അവർ നമ്മുടെ പിതാക്കന്മാരാണ്, ആത്മീയ പിതൃത്വമുള്ളവരാണ്, ആത്മീയ മാതൃത്വമുള്ളവരാണ്. നമ്മളാണ് അവരെ കരുതേണ്ടത്, നമ്മളാണ് അവരെ സ്നേഹിക്കേണ്ടത്, നമ്മളാണ് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് അവരെ ബലപ്പെടുത്തേണ്ടത്. അതിൽ തന്നെ രണ്ടാമത്തെ ഒരു കാര്യം, മക്കളുടെ അധികാരികളാണ് മാതാപിതാക്കൾ. മാതാപിതാക്കളോട് മക്കളെന്ന നിലയിൽ നമ്മൾ വളരെ വിധേയത്വമുള്ളവരാകണം. നമ്മൾ വചനത്തിലൂടെ ധ്യാനിച്ചതാണ്, മാതാപിതാക്കന്മാരുടെ അനുഗ്രഹം മക്കളുടെ ഭവനങ്ങളെ ബലമുള്ളതാക്കുന്നു. ദൈവത്തിൻ്റെ അനുഗ്രഹം കഴിഞ്ഞാൽ ഏറ്റവും വലിയ അനുഗ്രഹമാണ് മാതാപിതാക്കന്മാരുടെ അനുഗ്രഹം. ഭാര്യ ഭർത്താക്കന്മാർ പരസ്പരം അധികാരത്തിന് വിധേയപ്പെട്ടവരാണ്. വിവാഹം എന്ന ഉടമ്പടി പ്രകാരം ഭാര്യ ഭർത്താക്കന്മാർ പരസ്പരം അധികാരത്തിന് വിധേയപ്പെട്ടവരാണ്. ഒരു ഭാര്യ എന്ന നിലയിൽ ഭർത്താവിനെ വേദനിപ്പിക്കുന്ന, ഭർത്താവിനെ ദുഃഖിപ്പിക്കുന്ന, ഭർത്താവിനെ നൊമ്പരപ്പെടുത്തുന്ന വാക്കുകൾ പറഞ്ഞേ, കാരണം ഭാര്യയുടെ ശിരസ് ഭർത്താവാണ്. അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ വചനം ആവർത്തിച്ച് പറയുന്നത്, ഭാര്യമാരെ നിങ്ങൾ ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കും. മറ്റൊരു തലമാണ്, വിദ്യാർത്ഥികളുടെ അധികാരികളാണ് അധ്യാപകരെ. നമ്മളെ പഠിപ്പിക്കുന്ന നമ്മുടെ ഗുരുഭൂതന്മാരെ, നമ്മുടെ അധ്യാപകരോട് നമ്മൾ വളരെ വിധേയത്വമുള്ളവരാകാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. ഞാനിത് നിങ്ങളുമായി പങ്കുവയ്ക്കുമ്പോൾ ഒരു ചെറുപ്പക്കാരൻ പറഞ്ഞ അനുഭവം ഞാൻ ഇപ്പോൾ ഓർക്കുകയാണ്. അവൻ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് അവനെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന അധ്യാപകനെ
ഒരുപാട് പുച്ഛിക്കുകയും പരിഹസിക്കുകയും അദ്ദേഹത്തെ ഒരുപാട് വേദനിപ്പിക്കുകയും ചെയ്തു. അധ്യാപകൻ്റെ മക്കളിലായിരുന്നു. തൻ്റെ കൂട്ടുകാരുടെ മുന്നിൽ വെച്ച് എഴുന്നേറ്റ് നിന്ന് അവൻ പറഞ്ഞു, തനിക്ക് വെറുതെ ഒന്നല്ല മക്കളുണ്ടാവാത്തെന്ന് പറഞ്ഞ് ഇത്രയും കുട്ടികളെ മുൻപിൽ വെച്ച് അധ്യാപകനെ പരസ്യമായി കളിയാക്കി പരിഹസിച്ചു. അദ്ദേഹത്തിന് ഒരുപാട് നൊമ്പരമായി. വർഷങ്ങൾ കഴിഞ്ഞു, ഇവൻ വിവാഹിതനായി. പക്ഷേ 5 വർഷം കഴിഞ്ഞിട്ട് ഇവന് കുഞ്ഞുങ്ങളില്ലായിരുന്നു. അവനൊരു ധ്യാന ശുശ്രൂഷയിൽ പങ്കെടുത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ പ്രൈസ് ആൻഡ് വർഷിപ്പിന്റെ നിമിഷത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാൽ വ്യക്തമായി കാണിച്ചു കൊടുത്തു, 5 വർഷമായി നിന്റെ വിവാഹം കഴിഞ്ഞിട്ടും മക്കളില്ലാത്തതിൻ്റെ ആ തടസ്സം, മകനെ, വർഷങ്ങൾക്ക് മുൻപ് നിന്നെ പഠിപ്പിച്ച നിന്റെ അധ്യാപകനെ നീ വേദനിപ്പിച്ചതാണ്. നിന്റെ അധ്യാപകന്റെ ഹൃദയത്തെ നീ മുറിപ്പെടുത്തിയതാണ്. ഒരു സ്ക്രീനിൽ കാണുന്നത് പോലെ കർത്താവിൻ്റെ ആത്മാവ് ഈ ചെറുപ്പക്കാരനെ ആ സംഭവം കാണിച്ചു കൊടുത്തു. അവൻ അവിടെ വെച്ചൊരു കൊച്ചു കുതിരയെ പോലെ പൊട്ടിക്കരഞ്ഞ് കർത്താവിൻ്റെ മുൻപിൽ തൻ്റെ അപരാധം ഏറ്റുപറഞ്ഞു. മാപ്പ് ചോദിച്ചു. അവൻ പറഞ്ഞു, എൻ്റെ പൊന്നു കർത്താവേ, ഈ ധ്യാനത്തിന് ശേഷം എൻ്റെ അധ്യാപകന് മുമ്പിൽ പോയി ഞാൻ മാപ്പ് ചോദിച്ച് അദ്ദേഹത്തിൽ നിന്ന് അനുഗ്രഹം വാങ്ങും. അവൻ ധ്യാനത്തിന് ശേഷം താൻ തീരുമാനമെടുത്തതുപോലെ വർഷങ്ങൾക്ക് മുൻപ് താൻ പരിഹസിച്ച അധ്യാപകൻ്റെ വീട്ടിലോട്ട് ചെന്നു. അദ്ദേഹം ഇന്ന് ജീവിച്ചിരിപ്പുണ്ട്. അദ്ദേഹത്തിൻ്റെ കാൽക്കൽ വീണുകൊണ്ട് പറഞ്ഞു, സാറേ, എന്നോട് ക്ഷമിക്കണം, ഞാൻ ഒരുപാട് അങ്ങേ വേദനിപ്പിച്ചു. അദ്ദേഹം അവനെ എഴുന്നേൽപ്പിച്ച് കെട്ടിപ്പിടിച്ച് ചുംബനം കൊടുത്തുകൊണ്ട് നല്ലൊരു മുത്തം കൊടുത്തുകൊണ്ട് പറഞ്ഞു, മോനെ, സാരമില്ല, നിന്റെ പ്രായത്തിലെ ആ വികൃതിയുടെ നാളുകളിൽ നീ പറഞ്ഞതാ, എനിക്ക് ഒരു കുഴപ്പമില്ല മോനെ, ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞ് അധ്യാപകൻ ആശീർവദിച്ചു വിട്ടു. ഏതാനും മാസങ്ങളെ കഴിഞ്ഞുള്ളൂ. 5 വർഷമായി കുഞ്ഞുങ്ങളില്ലാതിരുന്ന അവരുടെ ജീവിതത്തിലേക്ക് കർത്താവിൻ്റെ മഹാകരുണ കടന്നു വരികയാണ്. ഏതാനും മാസങ്ങൾക്കുള്ളിൽ തന്നെ അവൻ്റെ ഭാര്യ ഗർഭിണിയായി. കർത്താവ് ആ കുടുംബത്തെ അനുഗ്രഹിക്കുകയാണ്. പ്രിയ ദൈവത്തിൻ്റെ പൈതലെ, പലപ്പോഴും നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന അനുഗ്രഹത്തെ തടയുന്നത് നമ്മുടെ വിധേയത്വമില്ലാത്ത വാക്കുകളും പ്രവൃത്തികളുമാണ്. അപ്പോസ്തലനായ പൗലോസ് വീണ്ടും സഭയെ പഠിപ്പിക്കുകയാണ്. കൊളോസ്സേ സഭയ്ക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം 22-ാമത്തെ തിരുവാക്യം. നമ്മുടെ ആത്മീയ അധികാരികളെ മാത്രമല്ല നമ്മൾ അനുസരിക്കേണ്ടത്. നമ്മുടെ ജോലി സ്ഥലത്ത് നമ്മുടെ മുകളിൽ ദൈവം പലരും അധികാരികളാക്കി വെച്ചിട്ടുണ്ട്. നമ്മുടെ രാജ്യത്ത് അതിനുള്ള സംവിധാനങ്ങളും അത്തരത്തിലുള്ള ക്രമീകരണങ്ങളുമുണ്ട്. നമ്മുടെ ഓഫീസുകളിൽ നമ്മുടെ മുകളിൽ പല അധികാരികളുണ്ടാകാം. ഇവരോടൊക്കെ നമ്മൾ എങ്ങനെയാണ് പെരുമാറേണ്ടത്? കർത്താവിൻ്റെ തിരുവെഴുത്ത് പറയാണ്, നിങ്ങൾ നിങ്ങളുടെ ലൗകിക യജമാന്മാരെ, നിങ്ങൾ അധികാരികളെ എല്ലാ കാര്യങ്ങളിലും അനുസരിക്കുക. സകല കാര്യങ്ങളിലും അനുസരിക്കുക. പാപം ചെയ്യുന്ന കാര്യത്തിൽ മാത്രം, അതാര് പറഞ്ഞാൽ നമ്മൾ അനുസരിക്കേണ്ട ആവശ്യമില്ല. മറ്റേത് കാര്യങ്ങളിലും നമ്മളവരെ അനുസരിക്കുമ്പോൾ നമുക്ക് ഇഷ്ടപ്പെടാത്തതാകാം, നമ്മളെ വേദനിപ്പിക്കുന്നതാകാം, നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടുകൾ തരുന്നതായിരിക്കാം. പക്ഷേ കർത്താവിനോടുള്ള സ്നേഹത്തെ പ്രതി നമ്മൾ അനുസരിക്കുമ്പോൾ അവിടെ അനുഗ്രഹത്തിൻ്റെ പൊട്ടിത്തെറികൾ നമ്മുടെ ജീവിതത്തിൽ കർത്താവ് ചെയ്യുകയാണ്. ആത്മീയ അധികാരികളെയും ലൗകിക അധികാരികളെയും നമ്മൾ അനുസരിക്കുവാൻ, അവരുടെ വിധേയത്വമുള്ളവരാകുവാൻ കർത്താവ് ആഗ്രഹിക്കുകയാണ്. നമുക്കറിയാം മിരിയാമിൻ്റെ ജീവിതം. ആരാണ് മിരിയാം? വിശുദ്ധ ബൈബിളിൽ ആദ്യമായി ഒരു പ്രവാചകി എന്ന് വിശേഷിപ്പിക്കുന്ന മിരിയാമിനെയാണ്. പ്രവാചകനായ മോശയുടെ സഹോദരിയാണ് മിരിയാം. നമുക്കറിയാം ദൈവജനത്തെ നയിക്കുവാൻ വേണ്ടി കർത്താവ് മോശയെ തെരഞ്ഞെടുത്ത് അവന് അതിനുള്ള നിയോഗവും അഭിഷേകം കൊടുക്കുകയാണ്. കർത്താവ് തൻ്റെ ജനത്തിന് നൽകുന്ന ആ കാനാൻ ദേശത്തേക്ക് മോശ ജനത്തെ നയിക്കുകയാണ്. ലക്ഷക്കണക്കിന് ആൾക്കാരുണ്ട്, അവരെ നയിച്ചുകൊണ്ടിരിക്കുക. സംഖ്യയുടെ പുസ്തകം 12-ാം അധ്യായം 1-ാമത്തെ തിരുവാക്യം. അവിടെ മോശയുടെ ഭാര്യ ഒരു കുഷ്യസ്ത്രീ ആയിരുന്നു. ഈ കുഷ്യസ്ത്രീയെ പ്രതി മോശയുടെ സഹോദരനായ അഹ്റോനും സഹോദരിയായി മിരിയാമും മോശയ്ക്കെതിരെ സംസാരിച്ചു. എന്താണ് സംസാരിച്ചത്? മോശ വഴി മാത്രമാണോ ദൈവം സംസാരിച്ചിട്ടുള്ളത്? ഞങ്ങളിലൂടെയും സംസാരിച്ചിട്ടില്ലേ? മോശ എന്തിനിങ്ങനെ ആട് കളിക്കുന്നത്? അവൻ എന്തിന് അധികാരിയായി ചമയുന്നത്? ഞങ്ങളിലൂടെയും കർത്താവ് പ്രവർത്തിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് മോശയുടെ ലീഡർഷിപ്പിനെതിരായി, മോശയുടെ അധികാരത്തിനെതിരായി മിരിയാം സംസാരിക്കുകയാണ്.
സംഖ്യായുടെ പുസ്തകം 12-ാം അധ്യായം 3-ാമത്തെ വാക്യം എന്നെ സ്വാധീനിച്ചൊരു വചനമാണ്. എന്നാൽ കർത്താവ് അത് കേട്ടു. നമ്മുടെ ഹൃദയത്തിലേക്ക് ഈ വചനം തുളച്ച് കയറണം. അധികാരികൾക്കെതിരെ നമ്മൾ സംസാരിക്കുമ്പോൾ, അധികാരികൾക്കെതിരെ നമ്മൾ പിറുപിറുക്കുമ്പോൾ, അധികാരികൾക്കെതിരെ നമ്മൾ പ്രവർത്തിക്കുമ്പോൾ, ചിലപ്പോൾ ആരും അറിയുന്നില്ല, ആരും കാണുന്നില്ല എന്ന് ചിന്തിച്ചിട്ടായിരിക്കും നമ്മളിതൊക്കെ ചെയ്യുന്നത്. പക്ഷേ ഇതൊക്കെ അറിയുന്നൊരു കർത്താവ് സ്വർഗത്തിലുണ്ട്. God sees everything. ദൈവമെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. കർത്താവ് അത് കേട്ടു. മോശയ്ക്കെതിരെ മിരിയാം സംസാരിച്ചത് കർത്താവ് കേട്ടു. സംഖ്യയുടെ പുസ്തകം 12-ാം അധ്യായം 8-9 വാക്യങ്ങൾ എന്താ വചനം പറയുന്നത്? കർത്താവിൻ്റെ മഹത്വം മിരിയാമിനെ വിട്ടുപോയി. The glory has departed. കർത്താവിൻ്റെ മഹത്വം വിട്ടുപോയി. മഹത്വം വിട്ടുപോയപ്പോൾ മിരിയാമിന് എന്തു പറ്റി? മിരിയാം കുഷ്ഠരോഗിയായിട്ട് മാറി. കുഷ്ഠം പിടിപ്പെട്ടവളായി, മഹത്വമില്ലാത്തവളായി, ദൈവ തേജസ് നഷ്ടപ്പെട്ടവളായി മാറി. വചനം സാക്ഷ്യപ്പെടുത്തുകയാണ്, അവൾ കുഷ്ഠം ബാധിച്ചവളായിട്ട് മാറി. നിങ്ങൾ ആ രംഗങ്ങൾ വളരെ ശ്രദ്ധയോടെ ഒന്ന് നോക്കിക്കണ്ടേ. Has the Lord spoken only through you, Moses? Miriam. Didn't God call you to the wilderness to meet Moses? Was മോശയ്ക്കെതിരെ you അവൾ who gave the Lord a സംസാരിക്കുകയാണ്. voice in front of the Pharaoh? വളരെ Has God ക്ഷമയോടെ മോശ spoken അതൊക്കെ only through കേൾക്കുകയാണ്. Moses? No. Miriam. മിരിയാമിന്റെ ഈ വാക്കുകൾ ദൈവം കേട്ടു. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്ക്. കർത്താവിന്റെ മഹത്വം അവളെ വിട്ടുപോയി. അവളിതാ കുഷ്ഠരോഗി. എൻ്റെ സഹോദര സഹോദരി, ഈ സന്ദേശത്തിലൂടെ പരിശുദ്ധാത്മാവ് എന്താ നമ്മോട് സംസാരിക്കുന്നത്? അധികാരികളോടുള്ള എതിർപ്പ്, അധികാര സ്ഥാനത്തിരിക്കുന്നതിനുള്ള മറുതലിപ്പ്, അവർക്കെതിരെയുള്ള പ്രവർത്തനങ്ങൾ, നമ്മുടെ പെരുമാറ്റങ്ങൾ, നമ്മുടെ വാക്കുകൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന അനുഗ്രഹത്തെ തടയുന്നു. നമ്മുടെ കുടുംബത്തിലേക്ക് ഒഴുകപ്പെടുന്ന, നമ്മുടെ തലമുറകളിലേക്ക് വർഷിക്കപ്പെടുന്ന ധാരാളം അനുഗ്രഹങ്ങളെ അത് തടയുന്നുവെന്ന് കർത്താവിൻ്റെ തിരുവെഴുത്ത് നമ്മെ പഠിപ്പിക്കുകയാണ്. ഈ സത്യം മനസ്സിലാക്കി നമ്മുടെ വാക്കുകൾ കൊണ്ടോ, നമ്മുടെ ഏതെങ്കിലും പ്രവർത്തന ശൈലി കൊണ്ടോ, നമ്മുടെ പെരുമാറ്റം കൊണ്ടോ നമ്മുടെ മുകളിൽ ദൈവം അധികാരികളാക്കി വെച്ചിരിക്കുന്നവർ, അത് ആത്മീയ അധികാരികളാകാം, ലൗകിക അധികാരികളാകാം, നമ്മൾ അവരെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ കർത്താവിന് മുമ്പിൽ നമ്മൾ അനുദപിക്കുക. ചിലപ്പോൾ ന്യായം നമ്മുടെ ഭാഗത്തായിരിക്കാം. സഹോദര സഹോദരി, കർത്താവിനോടുള്ള സ്നേഹത്തെ പ്രതി നമ്മൾ അവിടെ എളിമപ്പെടുമ്പോൾ നമുക്കതൊരു നഷ്ടമായിട്ട് തോന്നാം, ഒരു മണ്ടത്തരമായിട്ട് തോന്നാം, ചിലപ്പോൾ ഒരു കുറച്ചിലായിട്ട് തോന്നാം. പക്ഷേ കർത്താവിനെ പ്രതി നീ അത് ചെയ്യുമ്പോൾ അത് നിനക്ക് മാത്രമല്ല, നിന്റെ കുടുംബത്തിനും, നിന്റെ കുഞ്ഞുങ്ങൾക്കും, നിന്റെ തലമുറയ്ക്കും അനുഗ്രഹമായി, സംരക്ഷണമായി, അഭിഷേകമായി കർത്താവ് മാറ്റുകയാണ്. നമുക്കതിനു വേണ്ടി പ്രാർത്ഥിക്കാം. കർത്താവേ, ഒരു പുതിയ അഭിഷേകം ഞങ്ങൾക്ക് നൽകണമേ. അധികാരികളെ സ്നേഹിക്കാൻ, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ, അവരെക്കുറിച്ച് നല്ലത് പറയാൻ, അവരെ പ്രോത്സാഹിപ്പിക്കാൻ, അവരെ ബലപ്പെടുത്തുവാൻ, അവരെ കരുതുവാൻ കർത്താവെ എന്നെ ബലപ്പെടുത്തണമേ. എൻ്റെ കുടുംബത്തെ, എൻ്റെ തലമുറയെ അതിനായി അഭിഷേകം ചെയ്യണമേ. ഈ ഒരു ആഗ്രഹത്തോടെ നിങ്ങളായിരിക്കുന്നിടത്ത് കരങ്ങൾ ഉയർത്തുന്ന പ്രാർത്ഥിക്കുക. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ശക്തിയോടെ പരിവർത്തിക്കുന്ന സമയം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധനായ കർത്താവേ, ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. അധികാരികളെ സ്നേഹിക്കുവാൻ, അവരെ കരുതുവാൻ, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ, അവരെ കുറിച്ച് നല്ലത് പറയുവാൻ കർത്താവേ ഞങ്ങൾക്ക് ഇടവരുത്തണമേ. ഞങ്ങളുടെ കുടുംബങ്ങൾ അതുവഴി അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ തലമുറകൾ അഭിഷേകം ചെയ്യണമേ. ഞങ്ങളുടെ നിയോഗങ്ങൾ ആശീർവദിക്കണമേ. കർത്താവേ, ഈ വിധേയത്വമില്ലായ്മ മൂലം ഞങ്ങളുടെ ജീവിതത്തിൽ വന്നുപെട്ടിരിക്കുന്ന എല്ലാ പാപക്കെട്ടുകളെയും പൊട്ടിച്ചു കളയണമേ. ഗ്ലോറിയ, ഗ്ലോറിയ, ഗ്ലോറിയ. യേശുവിന്റെ നാമത്തിൽ സ്വർഗത്തോട് സഭയോട് ചേർന്ന് കർത്താവേ അനുഗ്രഹിക്കുന്നു. Bless, anoint in Jesus' name. Amen. എൻ്റെ പ്രിയപ്പെട്ടവരെ, കർത്താവ് നൽകിയ അഭിഷേകം നമുക്ക് സ്വീകരിക്കാം. നമ്മുടെ കർത്താവിൻ്റെ ജീവിതത്തിലേക്ക് നമ്മൾ നോക്കുക. അവൻ അധികാരികളോട് വിധേയത്വമുള്ളവനായിരുന്നു. മത്തായിയുടെ സുവിശേഷം 26-ാം അധ്യായം നമ്മൾ ധ്യാനിക്കുമ്പോൾ പ്രധാന പുരോഹിതനായ കയ്യപ്പായുടെ മുൻപിൽ കർത്താവ് നിൽക്കുകയാണ്. കയ്യപ്പ പല പല ചോദ്യങ്ങളും കർത്താവിനോട് ചോദിക്കും. പക്ഷേ യേശു നിശബ്ദനായി നിൽക്കുക. എന്നാൽ കയ്യഫാസ് പ്രകാരം പറയും,
ജീവിക്കുന്ന ദൈവത്തിന്റെ നാമത്തിൽ പ്രധാന പുരോഹിതനായ ഞാൻ നിന്നോട് ചോദിക്കുന്നു എന്ന് പറഞ്ഞ നിമിഷത്തിൽ യേശു വാ തുറന്ന് പ്രധാന പുരോഹിതനായ കയ്യപ്പയോട് സംസാരിക്കുകയാണ്. കാരണം ഒരു യഹൂദൻ എന്ന നിലയിൽ യേശു പ്രധാന പുരോഹിതനായ കയ്യപ്പയുടെ അധികാരത്തിന് കീഴിലാണ്. ഇതൊക്കെ നമുക്ക് തരുന്ന മാതൃക എന്താ? നമ്മളായിരിക്കുന്നിടത്ത് വിധേയത്വത്തോടെ അനുസരണത്തോടെ നമ്മൾ അധികാരികളെ സ്നേഹിക്കുമ്പോൾ മാനിക്കുമ്പോൾ അത് ഒരു കുറവല്ല, അനുഗ്രഹവും അഭിഷേകവുമാണ് നമ്മൾ മനസ്സിലാക്കുക. അതിനായി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തെ ഒരുക്കട്ടെ. എല്ലാവർക്കും ഏറെ ആനന്ദത്തോടെ വിശുദ്ധ വാരം ആശംസിക്കുകയാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. പരസ്പരം നമുക്ക് പ്രോത്സാഹിപ്പിച്ച് ആത്മാവിൽ ബലപ്പെടാം. വ്യക്തിപരമായ നമ്മുടെ നിയോഗങ്ങളെയും നമ്മുടെ കുടുംബത്തിൻ്റെ സകല ആവശ്യങ്ങളെയും നമ്മെ ഓരോരുത്തരെയും കർത്താവ് സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. നിത്യസ്നേഹത്താൽ എന്നെ സ്നേഹിച്ചു, നിത്യസ്നേഹത്താൽ എന്നെ സ്നേഹിച്ചു. യേശുവേ നീ മാത്രമാണെൻ രക്ഷാസങ്കേതം. സ്നേഹമൂറും നിൻമൊഴികളൻ ആശാപൊന്തി. മഹത്വപൂർണനായ കർത്താവേ, ദിവ്യകാരുണ്യമായി ഞങ്ങളുടെ മധ്യേ കടന്നു വന്നിരിക്കുന്ന അങ്ങയുടെ സ്നേഹത്തെ ഓർത്ത് ഞങ്ങൾ അങ്ങയെ വാഴ്ത്തുന്നു. ഈ തപസ് നാളുകളിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇന്നത്തെ വചന ശുശ്രൂഷയിലൂടെ നമ്മെ പഠിപ്പിച്ചു അനുഗ്രഹത്തിനുള്ള തടസ്സത്തെക്കുറിച്ച്. അധികാരികളോട് നമ്മൾ വിധേയത്വമുള്ളവരാകുവാൻ കർത്താവ് ആഗ്രഹിക്കുകയാണ്. കർത്താവെ, എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിലേക്ക്, എൻ്റെ കുടുംബത്തിലേക്ക്, എൻ്റെ തലമുറകളിലേക്ക്, എൻ്റെ കുഞ്ഞുങ്ങളിലേക്ക്, എൻ്റെ തൊഴിൽ മേഖലകളിലേക്ക് ഒഴുകപ്പെടുന്ന അനുഗ്രഹത്തെ തടയുന്ന എല്ലാ പാപത്തിൻ്റെയും അശുദ്ധിയുടെയും അനീതിയുടെയും തിന്മയുടെയും കറകളെ കഴുകി ശുദ്ധീകരിച്ച് ഞങ്ങളെ വെണ്മയുള്ളവരാക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇരുകരങ്ങളും സ്വർഗത്തിലേക്ക് ഉയർത്തി നമ്മളെ വിശുദ്ധീകരിക്കുന്നവനായ, നമ്മെ സുഖപ്പെടുത്തുന്നവനായ, നമ്മെ അനുഗ്രഹിക്കുന്നവനായ യേശുവിനെ നാമം വിളിച്ച് സ്തുതിച്ചു പ്രാർത്ഥിക്കുന്നു. യേശുവേ എൻ ദൈവമേ, നീ എന്നും മതിയായവൻ. യേശുവേ എൻ ദൈവമേ, നീ എന്നും മതിയായവൻ. കർത്താവേ, പ്രവർത്തിക്കണമേ. പാപക്കെട്ടുകളെ പൊട്ടിക്കണമേ. സാത്താൻ അടിസ്ഥാനങ്ങളെ ഛിന്നഭിന്നമാക്കണമേ. കുടുംബങ്ങളെ സ്വതന്ത്രമാക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദിവ്യകാരുണ്യത്തിൽ നിന്ന് സഹോദര സഹോദരി, നീ ശക്തി സ്വീകരിച്ച് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കേ. കർത്താവേ, പ്രവർത്തിക്കണമേ. നിന്റെ ജനത്തെ അനുഗ്രഹിക്കണമേ. കർത്താവേ, അങ്ങയുടെ ജനത്തെ സൗഖ്യമാക്കണമേ. അങ്ങയുടെ ജനത്തെ വിശുദ്ധീകരിക്കണമേ. എല്ലാ മലിനതയിൽ നിന്നും എല്ലാവിധ അശുദ്ധികളിൽ നിന്നും അവരെ വിമോചിപ്പിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അധികാരികൾ വിധേയത്വമുള്ളവരാകുവാൻ കർത്താവെ ഞങ്ങൾ അഭിഷേകം ചെയ്യണമേ. ഞങ്ങളെ തലമുറകൾ അഭിഷേകം ചെയ്യണമേ. ഞങ്ങളെ നിയോഗങ്ങൾ അഭിഷേകം ചെയ്യണമേ. യേശുവേ നന്ദി. ഞങ്ങൾ അനുഗ്രഹിച്ചതിനായി നന്ദി കർത്താവേ, നന്ദി. താങ്ക് യു, താങ്ക് യു ജീസസ്. അടുത്ത ആഴ്ചയിൽ ദൈവവചനത്തിലൂടെ നമ്മോട് സംസാരിക്കുന്നത് അഭിയുന്ന ആൻഡ്രൂസ് താഴ്ത്തി പിതാവാണ്. ഈ വചന ശുശ്രൂഷയ്ക്ക് നമുക്കെല്ലാവർക്കും പ്രാർത്ഥിച്ചൊരുങ്ങി കടന്നു വരാം. മഹത്വമേ മഹത്വമേ മഹത്വത്തിൻ രാജാവേ, മഹത്വത്തിൻ സാന്നിധ്യം. മഹത്വമേ മഹത്വമേ മഹത്വത്തിൻ കർത്താവേ, മഹത്വത്തിൻ സാന്നിധ്യം. മഹത്വമേ മഹത്വമേ മഹത്വത്തിൻ രാജാവേ, മഹത്വത്തിൻ സാന്നിധ്യം. മഹത്വമേ മഹത്വമേ മഹത്വ